ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയ SCERT സിലബസ് പ്രകാരം തയ്യാറാക്കിയ മലയാളം ബുക്ക്, 5ാം ക്ലാസ്സിലെ മലയാളം ബുക്ക് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരുവിധം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് പഠിച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതിനായിട്ട് വേറൊരു സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടെ തന്നെ നമുക്ക് പഠിക്കാട്ടെല്ലാം. ആദ്യം പറയുന്നത് കുറച്ച് കവിതയും അല്ലെങ്കിൽ കഥ അത് എഴുതിയതാരാണെന്ന് നമുക്ക് നോക്കാം കുറച്ച്. എന്നിട്ട് നമുക്ക് പദപരിചയം നോക്കാം. ആദ്യം മണ്ണിന്റെ കിനാവുകൾ, അത് പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ഇത് ആരുടെ വരികളാണ്? പി മധുസൂദനന്റെ പി മധുസൂദനന്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിലുള്ളതാണ് ട്ടോ. അപ്പോൾ ഒന്നാമത് എങ്ങനെ ചോദിക്കാം, ഒന്നെങ്കിൽ ഭൂമി പാടുന്ന ശീലുകൾ ആരുടേതാന്ന് ചോദിക്കാം, അത് പി മധുസൂദനൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ 4 വരി തന്നിട്ട് ഇത് ആരുടേതാന്ന് ചോദിക്കാം. അപ്പോൾ ഓർക്കുക, പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ഇങ്ങനെ കുറേ പൂക്കളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പൂക്കളിലൊക്കെ തേനല്ലേ ഉണ്ടാവുക. അപ്പം മധു പി മധുസൂദനൻ, മധു പറഞ്ഞ തേനാണല്ലോ. അപ്പം അങ്ങനെ ഓർത്തെങ്കിലും വെക്കുക കേട്ടോ. പി മധുസൂദനൻ്റെയാണ് ഈ വരികൾ. ഇത് ഏതിലുള്ളതാണ്? ഭൂമി പാടുന്ന ശീലുകളിലുള്ളതാണ് കേട്ടോ. അടുത്തത്, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഈ വരികൾ ആരുടെയാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, സുഗതകുമാരിയുടെ. അത് ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും എല്ലാവരും. അപ്പം ഇത് ആരുടെ വരികളാണ്? സുഗതകുമാരിയുടെ കേട്ടോ. ഒരു തൈ നടാം എന്നത് സുഗതകുമാരിയുടെയാണ്. അടുത്തത്, ഇലകളിൽ ചോരുന്ന ആകാശം. ഇലകളിൽ ചോരുന്ന ആകാശം എന്നത് ആരുടെ കഥയാണ് നോക്ക്? ഈ സോമനാഥിന്റെ കേട്ടോ. ഇലകളിൽ ചോരുന്ന ആകാശം ഈ സോമനാഥിന്റെയാണ്. ഒന്നും കൂടി ഓർത്ത് വയ്ക്കൂ, ഇലകളിൽ ചോരുന്ന ആകാശം ഈ സോമനാഥ് കേട്ടോ. അടുത്തത് നോക്കൂ, എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറിവുകൾ കെട്ടി വെട്ടേറ്റ കാടുകൾ. ഇതാരുടെ വരികളാണ്? പി കുഞ്ഞിരാമൻ നായരുടെ കേട്ടോ. പി കുഞ്ഞിരാമൻ നായരുടെയാണ് എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ. മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ. ഇതാരുടെയാണ്? പി കുഞ്ഞിരാമൻ നായരുടെയാണ് കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് നോക്കാം. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ, കൊത്തിച്ചമച്ച മരപ്പാവകളെ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതായി. ഇത് വായുവില്ലാത്ത ലോകത്തെ കുറിച്ചിട്ട് എഴുതിയ ഒരു കവിതയാണ്. ഇത് ഏതിലുള്ളതാണ്? ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിലുള്ളതാട്ടോ. ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിലുള്ളതാണ്. എന്ത്? ഈ വായുവില്ലാത്ത ലോകത്തെക്കുറിച്ച് പറയുന്നത് ആര് പറഞ്ഞതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെയാണ് ധ്രുവചരിതം ശീതങ്കൻ തുള്ളല്. അതിൽ പറയുന്ന വരികളാണ് എന്ത്? മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ, കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതായി. ഇതാരുടേതാണ്? കുഞ്ചൻ നമ്പ്യാരുടെയാണ്. ഏതിലുള്ളതാണ്? ധ്രുവചരിതം ശീതങ്കൻ തുള്ളൽ. ധ്രുവചരിതം ശീതങ്കൻ തുള്ളൽ ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പദപരിചയം നോക്കാം. എന്നാൽ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് മാറിപ്പോണ്ട. പദപരിചയം കണ്ടിട്ട് പേടിക്കേണ്ട, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അറിയാത്ത വാക്കുകൾ. മീൻസ് എനിക്കറിയാത്തത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അറിയില്ല. നമുക്ക് നോക്കാം. ഒന്ന്, അതിദ്രുതം. അതിദ്രുതം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ എന്നാണ്. അതിദ്രുതം വളരെ വേഗത്തിൽ. അതിദ്രുതം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ. പിന്നെന്താ? അനുഗ്രഹീത, അനുഗ്രഹം ലഭിച്ചവൾ, അറിയാലോ. അഭിമുഖം, മുഖത്തിനു നേരെ, അതും അറിയാം. അതേപോലെ അറുത്തെടുക്കുക. അറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുറിച്ചെടുക്കുക എന്നാണ്, കിട്ടുമല്ലോ. അഹന്ത, അഹങ്കാരം. ആർഭാടം, ആഡംബരം. ആർഭാടം, ആഡംബരം. ഇലച്ചാർത്തുകൾ എന്ന് പറഞ്ഞാൽ ഇലക്കൂട്ടങ്ങൾ എന്നാണ് കേട്ടോ. ഇലച്ചാർത്തുകൾ എന്ന് പറഞ്ഞാൽ ഇലക്കൂട്ടങ്ങളാണ്. ഒളിയിടം, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഒളിയിടം, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം.
ഓമൽക്കിനാവ് കൗതുകമുള്ള സ്വപ്നം. ഓമൽക്കിനാവ് കൗതുകമുള്ള സ്വപ്നം. കന്നിമഴ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ മഴ. കന്നിമഴ, ആദ്യത്തെ മഴ. കലപിലാരവം. കലപിലാരവം എന്ന് പറഞ്ഞാൽ കലപില ശബ്ദം. കലപിലാരവം എന്ന് പറഞ്ഞാൽ കലപില ശബ്ദം. പിന്നെ കുരുത്ത. കുരുത്ത പറഞ്ഞാൽ എന്താ? ഉണ്ടായ, മുളച്ചു വന്ന, ഇതൊക്കെ പറയുന്നതാണല്ലോ അല്ലേ? ചാർത്തുക, അലങ്കരിക്കുക, അണിയുക എന്നൊക്കെ. അപ്പം ഇതിൽ നമുക്ക് കുറച്ചെങ്കിലും അറിയാത്തത് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് അതിദ്രുതം, വളരെ വേഗത്തിൽ. അതേപോലെ ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങളാണ്. പിന്നെ എന്താണുള്ളത്? ഓമൽ കിനാവ് എന്ന് പറഞ്ഞാൽ കൗതുകമുള്ള സ്വപ്നം. ഇത്രയേ ഉള്ളൂ കുറച്ചെങ്കിലും കിട്ടാൻ ചാൻസ് കുറവുള്ളത്. ബാക്കിയൊക്കെ വേഗം കിട്ടുന്നതാണല്ലോ. അടുത്തത് നോക്കാം. ചെന്താരുകൾ. ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കളാണ് കേട്ടോ. ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കളാണ്. ചെന്താരുകൾ ചുവന്ന പൂക്കളാണ്. ചേറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിതറി അല്ലെങ്കിൽ പരത്തി എന്നൊക്കെ പറയും. ചേറ്റി എന്നാൽ വിതറി, വിതറി, പരത്തി എന്നൊക്കെ പറഞ്ഞാൽ ചേറ്റി എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ തൂമ. തൂമ എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗി, വെളുപ്പ് എന്നൊക്കെയാണ്. തൂമ പറഞ്ഞാൽ ഭംഗി, വെളുപ്പ്. തൂമ, ഭംഗി, വെളുപ്പ്. നീർക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളി. നീർക്കണം, വെള്ളത്തുള്ളി. ഇനിയാണ് നീർക്കണം എന്ന് പറയാം. നീർക്കണം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തുള്ളി. നുകർന്ന, ആസ്വദിച്ച. നുകർന്ന പറഞ്ഞാൽ ആസ്വദിച്ച. നെടുവീർപ്പ്, നീണ്ട ശ്വാസം വിടലിനെയാണ് നെടുവീർപ്പ് എന്ന് പറയാം. പകിട്ട്, മോടി, തിളക്കം. മോടി, തിളക്കം എന്നൊക്കെ പറഞ്ഞാൽ പകിട്ടാണ്. പിന്നെ പരിഭവം, സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരത്തെയാണ് നമ്മൾ പരിഭവം എന്ന് പറയുന്നത്. കിട്ടും. പാതയോരം, വഴിയരികിനെയാണ് പാതയോരം എന്ന് പറയാം. പുൽനാമ്പ്, പുല്ലിന്റെ മുള. പുൽനാമ്പ് പുല്ലിന്റെ മുളയാണ്. പ്രതിധ്വനി എന്നാൽ മാറ്റൊലി കിട്ടും. പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ തടയും കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? അപ്പൊ ഇതിൽ കുറച്ചെങ്കിലും നമുക്കറിയാത്തത് ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന പൂക്കളാണ്. ചേറ്റി എന്ന് പറഞ്ഞാൽ വിതറി, പരത്തി എന്നതാണ്. അതേപോലെ തൂമ, ഭംഗി, വെളുപ്പ്. നീർക്കണം കിട്ടും, വെള്ളത്തുള്ളി. നീർക്കണം, വെള്ളത്തുള്ളി. ഇത്രയുമാണ് നമുക്ക് അറിയാത്തത് അല്ലേ? അറിയാത്തത് എന്നല്ല, കുറച്ചെങ്കിലും ഇതിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവുള്ളത്. ഇനി അടുത്തത് നോക്കാം. ബഹുമതി. ബഹുമതി പറഞ്ഞാൽ ബഹുമാനം, ആദരവ് എന്നതിനൊക്കെ തന്നെയാണ് ബഹുമതി എന്ന് പറയാം. മഴയിരമ്പം എന്ന് പറഞ്ഞാൽ മഴയുടെ ശബ്ദം കിട്ടും. മാർദ്ദവം. മാർദ്ദവം എന്ന് പറഞ്ഞാൽ മിനുസമാണ് കേട്ടോ. മാർദ്ദവം, മിനുസം. പിന്നെ മിഴി. മിഴി എന്താണ്? കണ്ണ്, നേത്രം, നയനം. മിഴി, കണ്ണ്, നേത്രം, നയനം. മിഴി എന്താണ്? കണ്ണ്, നേത്രം, നയനം. മേട്. മേട് പറഞ്ഞ എന്താ? ഉയർന്ന് നിരപ്പായ സ്ഥലത്തിനെയാണ് മേട്. നമ്മൾ എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകളാണല്ലോ അല്ലേ? പിന്നെ രാജമുദ്ര പറഞ്ഞ രാജാവിന്റെ മുദ്രയാണ് രാജമുദ്ര. ഇവിടെ കിരീടം എന്ന്, അത് ഈ കഥയിൽ കിരീടം എന്ന അർത്ഥമാണ് അവിടെ പറയുന്നത്. ലാളിക്കുക പറഞ്ഞ ഓമനിക്കുക കിട്ടും. വാനമ്പാടി, മധുരമായി പാടുന്ന ഒരു പക്ഷിയാണ് വാനമ്പാടി. വിലാപം എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്. സാന്ത്വനം, ആശ്വസിപ്പിക്കൽ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ഇതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് മിഴി എന്നത് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. കണ്ണ്, നേത്രം, നയനം. ഇനി കുറച്ച് വരികൾ എഴുത്തുകാരും നോക്കാം നമുക്ക്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഇതാരുടെയാണ്? ചങ്ങമ്പുഴയുടെയാണ് കേട്ടോ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്നത് ചങ്ങമ്പുഴയുടേതാണ്. അടുത്തത് സർപ്പയജ്ഞം. സർപ്പയജ്ഞം ആരുടെ കഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കേട്ടോ. സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. ഓർത്തു വെക്കുക, സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീർ. കഥയുറങ്ങുന്ന വഴിയിലൂടെ. കഥയുറങ്ങുന്ന വഴിയിലൂടെ കെ തായാട്ട് കേട്ടോ. കഥയുറങ്ങുന്ന വഴിയിലൂടെ കെ തായാട്ട്. ബാലാമണി അമ്മയുടെ കേട്ടോ. ബാലഹൃദയം, ബാല അങ്ങനെ ഓർത്തു വെക്കുക. ബാലാമണി അമ്മയുടെ. ബാലഹൃദയം ബാലാമണി അമ്മയുടെയാണ്. വരികൾ നോക്കാം. എല്ലാം നിഴൽപ്രായം ആകാശ കപ്പലിൽ തല്ലിനടിയിൽ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ. നോക്കുക താഴെ വെളിച്ചത്തിൻ മുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. ഇത് ബാലാമണി അമ്മയുടെ കേട്ടോ. ബാലഹൃദയത്തിലുള്ളതാണ്. അടുത്തത് ചുടുന്നതില്ലി ചെറുതീയതൊന്നുമേ കെടുന്നതുമില്ലി മഴയത്തു പോലുമേ. ചുടുന്നതില്ലി ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്തു പോലുമേ. ഇതാരുടേതാണ്? കുമാരനാശാന്റെ വരികളാണ്. ഇനി അടുത്ത് കുറച്ച് പദപരിചയം നോക്കാം. ആദ്യത്തേത് അട്ടഹാസം. അട്ടഹാസം പറഞ്ഞ അലർച്ച നമുക്ക് കിട്ടുന്നതാണ്. അരക്കല്ല്, അരയ്ക്കുന്ന കല്ല്.
ആശു എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ആശു എന്ന പെട്ടെന്ന്. ആശു പെട്ടെന്ന്. ഉച്ചിക്കുടുമ പറഞ്ഞാൽ നെറുകയിൽ കെട്ടിയ മുടി. ഉച്ചിക്കുടുമ നെറുകയിൽ കെട്ടിയ മുടിയാണ് ഉച്ചിക്കുടുമ. പിന്നെ ഉദ്വേഗജനകം, അമ്പരപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിഭ്രമിപ്പിക്കുന്ന എന്നർത്ഥം വരും. എടുപിടി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ പറയാറുന്ന വാക്കാണല്ലോ അല്ലേ. പിന്നെ കാന്തി, ശോഭ, തിളക്കം. കാന്തി, ശോഭ, തിളക്കം. കേശം എന്ന് പറഞ്ഞാൽ അറിയാലോ, തലമുടിയാണ്. കൊഞ്ചും മൊഴി പറഞ്ഞാൽ കൊഞ്ചി പറയാ. ക്ഷ പിടിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി പിടിച്ചു, നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ്. ഇതിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവുള്ളത് ആശു എന്താണെന്നാണ്. ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ആശു പെട്ടെന്ന് എന്നാണ്. ഉച്ചിക്കുടുമ നെറുകയിൽ കെട്ടിയ മുടി. ഉച്ചിക്കുടുമ നെറുകയിൽ കെട്ടിയ മുടി. കാന്തിയാണെങ്കിൽ ശോഭ, തിളക്കം. ഇത്രയും നോക്കുക കേട്ടോ. അടുത്തത് ചിണുക്കി എന്ന് പറഞ്ഞാൽ കുടുക്കി എന്നാണ്. ചിണുക്കി എന്ന് പറഞ്ഞാൽ കുടുക്കി എന്നാണ് കേട്ടോ. ചെങ്കുത്തായ, നേരെ കുത്തനെയുള്ള അല്ലെങ്കിൽ കീഴ്ക്കാം തൂക്കായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പിന്നെ ചെപ്പ്. ചെപ്പ് പറഞ്ഞാൽ അടപ്പുള്ള ചെറിയ പാത്രം, അതങ്ങനെ തന്നെയാണല്ലോ പറയാം. പിന്നെ ചെമ്പിച്ച, ചെമ്പിന്റെ നിറമുള്ളതാണ് ചെമ്പിച്ച. ഞെട്ട് പറഞ്ഞെന്താ? പൂവിനെയും ഇലയെയും തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഞെട്ട് അല്ലേ. പൂവിനെയും ഇലയെയും തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ നമ്മൾ ഞെട്ട് എന്ന് പറയാം. പിന്നെ ഉള്ളത് ഞൊറി. ഞൊറി പറഞ്ഞ വസ്ത്രത്തിൽ ഭംഗിക്കായിട്ട് ഉണ്ടാകുന്ന മടക്കുകളെയാണ് ഞൊറി. അത് നമ്മൾ സാരിക്ക് ഞൊറി എടുക്കുക എന്നൊക്കെ പറയല്ലോ. പിന്നെ തണ്ടികപ്പാവ എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കിയ പാവയാണ് തണ്ടികപ്പാവ. തണ്ട് പറഞ്ഞ തുഴ അല്ലെങ്കിൽ പല്ലക്കാണ് കേട്ടോ. തുഴ, പങ്കായം, അതിനെയാണ് നമ്മൾ തണ്ട് എന്ന് പറയാം. തള്ളി വരുന്ന എന്ന് പറഞ്ഞാൽ ശക്തിയോടെ വരുന്നതിനെയാണ് തള്ളി വരുന്ന എന്ന് പറയാം. തള്ളി വരുന്ന, ശക്തിയോടെ വരുന്ന. തെളിച്ചമാണെങ്കിലോ പ്രകാശം, പ്രസന്നത. ഇതൊക്കെ തെളിച്ചം. അതൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. പിന്നെ ഒന്നുമില്ല അതിൽ. ദശാന്തരം എന്ന് പറഞ്ഞാൽ സന്ദർഭം. ദശാന്തരം, സന്ദർഭം. ദശാന്തരം, സന്ദർഭം. ദാരുണമാണെങ്കിൽ സങ്കടമുണ്ടാക്കുന്നത്. ദാരുണം, സങ്കടമുണ്ടാക്കുന്നത്. പറ്റു വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുഴൽ വിളിക്കുക. പറ്റു വിളിക്കുക എന്ന് പറഞ്ഞാൽ കുഴൽ വിളിക്കുക കേട്ടോ. പള്ള, വയറ്. പിമ്പൻ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്നവനെയാണ് പിമ്പൻ എന്ന് പറയാം അല്ലേ. അപ്പം ഇതിൽ നമുക്ക് കിട്ടാനുള്ളത് എന്താണ്? ചിണുക്കി എന്ന് പറഞ്ഞാൽ കുടുക്കി എന്നാണ്. ചിണുക്കി, കുടുക്കി. തണ്ടികപ്പാവ പറഞ്ഞാൽ കെട്ടിത്തൂക്കിയ പാവയാണ്. തണ്ട് എന്ന് പറഞ്ഞാൽ തുഴ അല്ലെങ്കിൽ പല്ലക്ക്. പിന്നെ ദശാന്തരം എന്ന് പറഞ്ഞാൽ സന്ദർഭമാണ്. ദശാന്തരം, സന്ദർഭം. പറ്റു വിളിക്കുക എന്ന് പറഞ്ഞാൽ കുഴൽ വിളിക്കുക എന്നാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ചിണുക്കി, കുടുക്കി. ചിണുക്കി, കുടുക്കി. തണ്ടികപ്പാവ പറഞ്ഞാൽ കെട്ടിത്തൂക്കിയ പാവ. തണ്ട്, തുഴ, പങ്കായം അല്ലെങ്കിൽ പല്ലക്ക്. ദശാന്തരം എന്ന് പറഞ്ഞാൽ സന്ദർഭം. ദശാന്തരം, സന്ദർഭം. പറ്റു വിളിക്കുക, കുഴൽ വിളിക്കുക. ഇനി അടുത്തത് നോക്കാം. മരതകം. മരതകം പറഞ്ഞാൽ പച്ച നിറമുള്ള രത്നത്തിനെയാണ് മരതകം എന്ന് പറയാം. മലരണിക്കാട് പറഞ്ഞാൽ പൂക്കൾ നിറഞ്ഞ മനോഹരമായ കാടാണ് മലരണിക്കാട്. മണ്ടുക എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ്. മണ്ടുക എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ് കേട്ടോ. മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. മാരുതൻ, കാറ്റ്. മിഴി, കണ്ണ്. മിഴി, കണ്ണ്. മുഞ്ഞി എന്ന് പറഞ്ഞാൽ മുഖമാണ് കേട്ടോ. മുഞ്ഞി, മുഖം. പിന്നെ മുമ്പൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ അല്ലെങ്കിൽ ആദ്യം എത്തുന്നവൻ, അത് കിട്ടും. മുഴുപ്പ്, വണ്ണം. മുഴുപ്പ് പറഞ്ഞാൽ വണ്ണം. മുഴുപ്പ്, വണ്ണം. വമ്പിച്ച എന്ന് പറഞ്ഞാൽ വലിയ. വലഞ്ഞു, തളർന്നു. വിരുദ്ധനാണെങ്കിൽ സമർത്ഥൻ കിട്ടും. വെല്ലുവിളി, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കുന്നതിനുള്ള ആഹ്വാനമാണ് വെല്ലുവിളി, അതും കിട്ടും. പിന്നെ ലസൽ. ലസൽ എന്ന് പറഞ്ഞാൽ ലസിക്കുക അല്ലെങ്കിൽ ശോഭിക്കുന്ന. ഇതൊന്നും ഓർത്ത് വെക്കുക. ലസൽ, ശോഭിക്കുന്ന എന്നാണ് അർത്ഥം. ശീല, തുണി, അതും കിട്ടും. ശീല എന്നുള്ളത് തുണി, അത് പണ്ടുള്ള വാക്കുകളാണല്ലോ, നമുക്ക് കിട്ടും അല്ലേ. സാധത എന്ന് പറഞ്ഞാൽ ആഴമാണ്. അസഹ്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ അസഹ്യം എന്ന് പറയുക അല്ലേ. അസഹ്യം, സഹിക്കാൻ കഴിയാത്തത്. ആളുക എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക. ആളിക്കത്തി എന്ന് പറയല്ലോ നമ്മൾ. ജ്വലിക്കുന്നതിനാണ് നമ്മൾ ആളുക എന്ന് പറയാം. ഇരമ്പം എന്ന് പറഞ്ഞാൽ മുഴക്കം, അതും കിട്ടും. ഇരമ്പം, മുഴക്കം. ഉദ്വേഗജനകം എന്ന് പറഞ്ഞാൽ ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ഉദ്വേഗജനകമായ ഒരു സിനിമയായിരുന്നു എന്നൊക്കെ പറയല്ലോ നമ്മൾ അല്ലേ. അപ്പം ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്ന ഒരു സിനിമ നമ്മൾ കണ്ടു എന്നൊക്കെ പറയും. പിന്നെ ഉറ്റുനോക്കുക പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കുക കിട്ടും. കണ്ണട്ട്, കണ്ണുറപ്പിച്ച് എന്നാണ്. കണ്ണ് നട്ട് കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ കണ്ണുറപ്പിച്ച് കാത്തിരിക്കുക. അതേപോലെ കളഗാനം. കളഗാനം പറഞ്ഞ മധുരമായ പാട്ടിനെയാണ് കളഗാനം എന്ന് പറയട്ടോ. കവല, 3-4 റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് കവല. നമ്മൾ ജംഗ്ഷൻ കവല എന്നാണ് പണ്ടൊക്കെ പറയാറുള്ളത് അല്ലേ. അതുപോലെ കൂര എന്ന് പറഞ്ഞാൽ കുടിയിൽ ചെറിയ പുരയിനൊക്കെ നമ്മൾ കൂര എന്ന് പറയാറുണ്ട്. കൊല്ലി പറഞ്ഞാൽ മലയിടുക്കാണ് കേട്ടോ. കൊല്ലി എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർത്ത് വെക്കുക. കൊല്ലി, മലയിടുക്ക്.
ചിന്നിയ ചിതറി, ചിന്നിച്ചിതറി എന്നൊക്കെ പറയല്ലോ. ചെങ്കുത്തായ കുത്തനെയുള്ള, തൂവെള്ള നല്ല വെള്ള, ഇതൊക്കെ കിട്ടുന്നതാണ്. തൊണ്ണ് പറഞ്ഞാൽ മോണ, തൊണ്ണ് കാട്ടിച്ചിരിക്കുക, കുട്ടി തൊണ്ണ കാട്ടിച്ചിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് പണ്ട്, അതിന് മോണ എന്നാണ് കേട്ടോ. പിന്നെ ദൃശ്യം കാഴ്ച, അപ്പോൾ അതും കിട്ടും. നാൽവർ എന്ന് പറഞ്ഞാൽ 4 പേർ, നാൽവർ 4 പേര്. നിത്യവേല ദിവസവും ചെയ്യുന്ന ജോലിയാണ് നിത്യവേല, നിത്യവേല ദിവസവും ചെയ്യുന്ന ജോലി. നിരത്ത് വഴി, റോഡിനെയാണ് നിരത്ത്, ആ നിരത്ത് കൂടെ പോകാൻ പാടില്ല എന്നൊക്കെ പറയല്ലോ. നിരത്ത് വഴി റോഡ് പണ്ടുള്ള ആൾക്കാർ പറയുന്ന വാക്കുകളാണ്. വീട്ടിൽ ആയവരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഇതൊക്കെ. പിന്നെ നിശേഷം ബാക്കി വെക്കാതെ എന്നുള്ള അർത്ഥമാണ്. നിശേഷം ബാക്കി വെക്കാതെ. നൂലിട എന്ന് പറഞ്ഞാൽ നൂൽ കടക്കാവുന്ന ആ ഒരു വിടവ്, അത്രേനെയാണ് നൂലിട എന്ന് പറയുക. ചെറിയ, വളരെ ചെറിയ ഒരു വിടവിനെയാണ് നൂലിട എന്ന് പറയുക. നേരം പോക്ക്, തമാശ. പടലം എന്ന് പറഞ്ഞാൽ കൂട്ടം, പടലം. ഒരു നേന്ത്രക്കായൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഒരു പടല തന്നേക്കാൻ പറയാം, ഇതൊരു കൂട്ടം എന്നാണ് അർത്ഥം കേട്ടോ. പ്രതീതി പറഞ്ഞാൽ തോന്നൽ, അങ്ങനെ ഉണ്ടാക്കുക, തോന്നൽ. പിന്നെ മന്ത്രം എന്ന് പറഞ്ഞാൽ പതിഞ്ഞത് എന്നാണ് കേട്ടോ. മന്നിടം ഭൂമി, അതൊന്ന് ഓർത്ത് വെക്കുകയെ. മന്നിടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി കേട്ടോ, മന്നിടം ഭൂമി. പിന്നെ വാരൊളി, വാരൊളി പറഞ്ഞാൽ നല്ല ശോഭയുള്ളതിനെയാണ് വാരൊളി എന്ന് പറയാം. പിന്നെ വിദൂര വീക്ഷണം, വിദൂര വീക്ഷണം പറഞ്ഞാൽ അകലേക്കുള്ള നോട്ടത്തിനാണ് വിദൂര വീക്ഷണം കിട്ടും. വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം കിട്ടും. വെക്കം എന്ന് പറഞ്ഞാൽ വേഗം, വെക്കം എന്ന് പറഞ്ഞാൽ വേഗം. പിന്നെ വേനൽപ്പൂട്ട് പറഞ്ഞാൽ വേനലവധി, ശൈത്യം തണുപ്പ്. സർപ്പശിരസ് പാമ്പിൻ്റെ തല. ഹരിതാപം എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ ഭംഗിയുള്ള. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിലും നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് കിട്ടാത്തതൊന്നുമില്ല. ഇതിലെന്താ അപ്പം മന്ത്രം എന്നുള്ളത് പതിഞ്ഞത് ഓർത്ത് വയ്ക്കുക, മന്നിടം ഭൂമി ഓർത്ത് വയ്ക്കുക, വാരൊളി നല്ല ശോഭ, അതും കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലുള്ള മലയാളത്തിലെ നമുക്ക് ആവശ്യം ഒരു എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പദപരിചയവും നോക്കി, അതേപോലെ തന്നെ ഓരോ വരികളും അത് ആരെഴുതിയതാണെന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.